അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയുടെ സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഇവൻ്റെ ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞിട്ടോ, നമ്മളിപ്പോൾ 2-3 ദിവസത്തെ വീഡിയോ ഒരുമിച്ച് ആയിട്ടാണ് ഇപ്പോൾ ഇടുന്നത് കേട്ടോ. നമ്മളെന്തൊക്കെ അവനെ പഠിപ്പിച്ച് കാര്യങ്ങൾ ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത്. 10 മിനിറ്റിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ അവനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വാക്ക്, ത്രോട്ട്, ക്യാൻഡെല്ലാം ഓക്കെയാണ്. ആൾ സെറ്റാണ്, നല്ല റൈഡാണ് കുതിര. അപ്പോൾ നമ്മൾ ഓണറെ വീഡിയോ നമ്മൾ ഇടുന്നില്ലേ, ഓണറെ കൊണ്ട് റൈഡ് ചെയ്യിപ്പിച്ച് ആൾ ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ കുതിര സെറ്റായിട്ടുണ്ട്. വാക്ക്, ത്രോട്ട്, ക്യാൻഡർ കറക്റ്റായിട്ട് എടുക്കുന്നുണ്ട്. ക്യാൻഡറിൻ്റെ ചെറിയൊരു മടി ഉണ്ടായിരുന്നു, അത് ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഡെയിലി റൈഡ് ചെയ്യാൻ തരുന്നുണ്ട്. അപ്പോൾ കുറേശ്ശെ വീഡിയോ ആയതുകൊണ്ട് ഞാൻ 2-3 കുറച്ച് ദിവസത്തെ കണ്ടിന്യൂസ് എടുത്തിട്ട് അത് എഡിറ്റ് ചെയ്തിട്ട് ഇടണം കേട്ടോ വീഡിയോ. വെറുതെ ഒരു ഇത് തന്നെ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇതിൽ നമ്മൾ ഇവനെ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതായത് ടേൺ ചെയ്യുമ്പോൾ, അതായത് നമ്മളിപ്പോൾ ഒരു 1 ഹാൻഡിലൊക്കെ പിടിച്ച് ടേൺ ചെയ്യണത് കുതിരനെ, അതിന് കൊടുക്കുന്ന എയ്ഡുകൾ അതിൽ ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ. പിന്നെ അതേപോലെ തന്നെ ഹോൾട്ട്, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഉള്ള സാധനമാണ് ഹോൾട്ട്. അത് നമ്മൾ കുറച്ച് ബോഡി വെയ്റ്റും കുറച്ച് റെയിൻസും വെച്ച് ഹോൾട്ട് ചെയ്യിപ്പിക്കാൻ പറ്റും കുതിരനെ. റെയിൻസ് അധികം യൂസ് ചെയ്യാണ്ട് തന്നെ കുതിരനെ നിർത്താനുള്ളൊരു സെറ്റപ്പ്. ഇപ്പോൾ ക്യാൻഡറിൽ പോണ കുതിരയായാലും, ത്രോട്ടിൽ പോണ കുതിരയിലും, ഗാൽപ്പിൽ പോണ കുതിരയിലും നമ്മുടെ ഒരു ചെറിയൊരു മൂവ്മെൻറ്റ്, ആ മൂവ്മെൻറ്റിൽ കുതിര ഹോൾട്ടാവും. അത് നമ്മൾ ടാറിങ് റോഡിലൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട സംഭവങ്ങളാട്ടോ. കാരണം കുതിര തെന്നാൻ സാധ്യതയുണ്ട്. ഇവിടെ തന്നെ ചെയ്തിട്ട് കുതിര തെന്നുന്നുണ്ട്. അപ്പോൾ ടാറിങ് ഹോൾഡ്, കാരണം കുതിര ബാക്ക് കാല് വെച്ചിട്ട് ഹോൾട്ടാവണം. അതിൽ ഇത്ര ബാക്ക് കാലുകൊണ്ടാണ് കുതിര ശരിക്കും ഹോൾട്ട് ചെയ്യുക. കുതിര അപ്പോൾ എന്താ വെച്ചാൽ തെന്നും, ഇവിടെ തന്നെ തെന്നുന്നുണ്ട്. ഇപ്പോൾ നനവുള്ളതുകൊണ്ടാണ് ഇവിടെ തന്നെ കേട്ടോ, മണ്ണിൽ അല്ലെങ്കിൽ തന്നെ ഇല്ല, നനവുള്ളതുകൊണ്ടാണ് തന്നെയാണത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കണം. എന്താ പറയുക, നമ്മളിപ്പോൾ പഠിപ്പിച്ച കുതിരയ്ക്ക് മാത്രം ആ ഒരു ആക്ഷൻ വർക്കാവുള്ളൂ കേട്ടോ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ട്രെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ ആവും. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ഹോൾട്ടാവുന്നില്ല. നമ്മൾ റെയിൻസ് തന്നെ നന്നായിട്ട് വരിക. നമ്മൾ മാക്സിമം റെയിൻസ് ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്താൽ തന്നെ കുതിര നമ്മളായിട്ട് നല്ല രീതിക്ക് റൈഡ് പോകും. കുതിര വെറുതെ വലിച്ചും പിടിച്ചും എന്താ പറയുക, പഠിപ്പിക്കുമ്പോൾ നമ്മൾ എന്തായാലും കുറച്ച് ചെയ്യിപ്പിക്കുമ്പോൾ ബലം പിടിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ട് കുതിരയ്ക്ക് റിലാക്സേഷനിൽ റൈഡ് ചെയ്യാൻ പറ്റുന്നത് അത്രയും നല്ലതാണ്. കാരണം എന്താ വെച്ചാൽ അപ്പോൾ കുതിര നല്ല എൻജോയ് ആയിട്ട് റൈഡ് ചെയ്യും. കുതിര അധികം റെസിസ്റ്റൻസ് കാണിക്കില്ല, കുതിരയ്ക്ക് അധികം സ്ട്രെയിൻ വരില്ല. അപ്പോൾ കുതിര അധികം റെസിസ്റ്റൻസ് കാണിക്കില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ കണ്ടു നോക്കുക, നിങ്ങൾ ആ വീഡിയോസ് കാണുമ്പോൾ അറിയാം. ഇല്ല ഇല്ല ഇപ്പോൾ ഇതിൽ നോക്കട്ടോ, ഇതിൽ ഞാൻ കുതിരനെ ഹോൾട്ട് ചെയ്യണമെന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണേ. ഞാൻ കുതിരനെ എങ്ങനെയാണ് ഹോൾട്ട് ചെയ്യണമെന്ന് ശ്രദ്ധിച്ച് നോക്കും. ത്രോട്ടിലാണ് കുതിര വരുന്നത്. ഞാൻ ഹോൾട്ട് ചെയ്യണത് എൻ്റെ പൊസിഷനും എൻ്റെ റേഞ്ചിൻ്റെ പൊസിഷനും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കും നിങ്ങൾ. ഉണ്ടാ ജസ്റ്റ് ഇത്രയും ഇതിൽ കുതിര ഹോൾട്ട് ആവുന്നുണ്ട്. ജസ്റ്റ് ചെറിയ പുള്ളും ബോഡി വെയ്റ്റ്, അതിൽ കുതിര ഹോൾട്ടാവും. ഇത് പിന്നെ ടേൺ ചെയ്യിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞ കാര്യം. എൻ്റെ കാലിൽ ഞാൻ എവിടെയാണ് അതിൻ്റെ കാല് ഞാൻ യൂസ് ചെയ്യണത്, കാലെങ്ങനെ യൂസ് ചെയ്യണമെന്ന് ശ്രദ്ധിച്ച് നോക്കുക നിങ്ങൾ. എങ്ങോട്ട് തിരിയാൻ ഏത് കാലാണ് യൂസ് ചെയ്യണത്, റെയിൻസ് എങ്ങനെയാണ് പിടിക്കണത് ഒന്ന് ശ്രദ്ധിച്ച് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ലെഫ്റ്റിലോട്ട് തിരിയാൻ റൈറ്റ് ലെഗാണ് ഞാൻ യൂസ് ചെയ്യണത്, റൈറ്റിലോട്ട് തിരിയാൻ ലെഫ്റ്റ് ലെഗ്. അത് റെയിൻസ് നമ്മൾ പിടിച്ച് ലെഗ് പ്രസ് ചെയ്യുമ്പോൾ കുതിര ഓട്ടോമാറ്റിക്കായിട്ട് തിരിയും. ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ കുതിരയുടെ ഫേസ് അങ്ങനെ ആവേണ്ട മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അത് എന്താ പറയുക, നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുള്ളൂ. അത് പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ ആ ഒരു റിയാക്ഷൻ വരില്ല കേട്ടോ കുതിരയ്ക്ക്. പിന്നെ നമ്മൾ അവനെ പുറത്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, റോട്ടിൽ കൂടെ ഒന്ന് കൊണ്ടുപോയി നോക്കി. ആൾ കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു പേടിയുണ്ട്, അല്ലാതെ വേറെ യാതൊരു പ്രശ്നമില്ല കേട്ടോ പുള്ളിക്ക്. നല്ല ഡീസൻ്റായിട്ട് കുതിര പോയിരുന്നുണ്ട് റോട്ടിൽ കൂടെ, ഒരു കുഴപ്പമില്ല, അലമ്പോ കാര്യങ്ങളൊന്നുമില്ല. ഇടയ്ക്ക് എന്തെങ്കിലും ആരെങ്കിലും വന്ന് ബാക്കിൽ ഓൺ അടിക്കുകയും ചെയ്ത് ജസ്റ്റ് ഞെട്ടും എന്ന് പേടിക്കുന്നല്ലാണ്ട് വേറൊരു കുഴപ്പമില്ല ആൾക്ക്. അത് കുറച്ച് ദിവസം കൊണ്ടുപോയി കഴിഞ്ഞാൽ മാറും, സെറ്റാവും കുതിര. അപ്പോൾ റോട്ടിൽ ഞാൻ വിചാരിച്ച് ഭയങ്കര പേടിയായിരിക്കും, ആൾക്ക് ഭയങ്കര പേടിയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച റോട്ടിൽ ഭയങ്കര പേടിയായിരിക്കും, അലമ്പായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായില്ല, ഡീസൻ്റ് ആയിരുന്നു ആൾ. റോട്ടിൽ കൊണ്ടുപോകുന്ന വലിയ അലമ്പോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളവിടെ കൊണ്ടുപോയിട്ട് അവിടെ ഒരു മണ്ണിട്ട ഒരു റോഡുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് നേരം റൈഡ് ചെയ്തിട്ട് തിരിച്ചു കൊണ്ടിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ആൾ പേടിയൊന്നും മാറ്റാൻ പറ്റും. അത് നമ്മൾ കുറച്ച് ദിവസം ചെയ്ത് അതിൻ്റെ ഒന്നും വീഡിയോസ് എടുത്തിട്ടില്ല. നമ്മൾ ഒരു ദിവസം ചെയ്ത് വീഡിയോസ് എടുത്ത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മൾ 2-3 ദിവസം കൊണ്ടായിരുന്നു പുറത്തേക്ക്, 2 ദിവസം കൊണ്ടായിരുന്നു പുറത്തേക്ക്. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കുതിര. അപ്പോൾ നിങ്ങളൊന്ന് വീഡിയോ കണ്ടു നോക്ക്.
ഏത് ആ അല്ല അത് താമര ആമ്പല്. ഇത് നമ്മൾ അവിടെ റോട്ടിൽ കൂടെ ഓടിക്കണ വീഡിയോ, അവിടെ കൊണ്ടുപോയിട്ട് മണ്ട റോഡുണ്ട്. പക്ഷെ അവിടെ കുഴിയും വെള്ളമൊക്കെ ഉണ്ടായി, ഇതൊന്നും ആൾക്കൊരു പേടിയില്ല കേട്ടോ. സാധാരണ ഞാൻ വിചാരിച്ച ആൾ പേടിക്കും നിൽക്കും നോക്കി, പക്ഷേ അങ്ങ് ആ ചെറിയ ചെറിയ കുഴിയിലൊന്നും ഇറങ്ങാനും ആൾക്കൊരു പേടിയില്ല, വെള്ളത്തിൽ ഇറങ്ങാനൊന്നും യാതൊരു പേടിയില്ല. അതിലൊക്കെ ആൾ ഡീസൻ്റ് ആട്ടോ, നീറ്റാണ്. നമ്മളധികം റൈഡ് ചെയ്തില്ല, കുറച്ച് നേരം റൈഡ് ചെയ്തിട്ട് പിന്നെ തിരിച്ച് കൊണ്ടുപോയി അഴിച്ചു വിട്ടു. നമുക്ക് മെയിൻ റോട്ടിലിറക്കാന്നുള്ളതായിരുന്നു നമ്മുടെ കാര്യം കേട്ടോ. ഇത് നമ്മൾ കുതിര കാൻഡറിൽ വന്നിട്ട് ഹോൾട്ട് ചെയ്യുന്ന വീഡിയോ കേട്ടോ. കണ്ടു നോക്കുക, കാൻഡറിൽ വരുന്ന കുതിരയാണ്. ഇതിന് ഞാൻ എങ്ങനെയാണ് ഹോൾട്ട് ചെയ്യണമെന്ന് ശ്രദ്ധിച്ച് നോക്കി നോക്കുക. ബോഡി വെയിറ്റാണ് മെയിനായിട്ട്. ഉണ്ടോ, ബ്രെയിൻസൊന്നും അത് യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ഇതൊക്കെ ഇങ്ങനത്തെ ഇതൊക്കെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് സിറ്റുവേഷനിലും കുതിരനെ പുറത്തിരുന്നിട്ട് പെട്ടെന്ന് ഇതാക്കാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോസൊക്കെ ഇതുള്ളൂ, ഇന്നത്തെ വീഡിയോസ്. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോസ്. ഓക്കെ, അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. ഒന്ന് ഫുള്ള് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിലിടാം. ഓക്കെ, ബൈ.